ഇൻഡോ അറബ് സാംസ്കാരിക തനിമയുടെ സംഗമവേദിയായി റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഒരുക്കുന്ന ചിത്രപ്രദർശനം കൊച്ചിയിൽ തുടരുകയാണ്. അറബ് കലാകാരന്മാരുടെ സൃഷ്ടികൾ ആസ്വദിക്കാൻ കൊച്ചിയിലെ ദർബാർ ഹാളിൽ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എമറാത്തി ആർട്ടുകളുടെ വൈവിധ്യമാർന്ന പ്രദർശനത്തിനാണ് കൊച്ചി ദർബാർ ഹാൾ വേദിയായിരിക്കുന്നത്. ഇന്ത്യ UAE ബന്ധത്തിന്റെ നേർസാക്ഷ്യമാണ് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവിന്റെ ഇതിവൃത്തം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുടെ മകൾ ഷഫീന യൂസഫിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം. 4 അറബ് കലാകാരന്മാരുടെ വ്യത്യസ്ത ആശയങ്ങളുടെ പ്രദർശനത്തിന് ചരിത്രമുറങ്ങുന്ന ദർബാർ ഹാൾ വേദിയായതിൽ അഭിമാനമെന്ന റിസ്ക് കോർഡിനേറ്റർ മാളവിക. നമ്മൾ റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിൻ്റെ കൂടെ അബുദാബി ആർട്ട് ഓർഗനൈസേഷൻ, അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കൾച്ചർ ആൻഡ് ടൂറിസത്തിൻ്റെ ഒരു വിങ്ങാണ്. അവരും നമ്മളും ഇവിടുത്തെ കേരള ലളിതകലാ അക്കാദമി, മിനിസ്ട്രി ഓഫ് കൾച്ചറൽ അഫയേഴ്സും കൂടെ വരുന്ന ഒരു എക്സിബിഷനാണിത്. ഇവിടെ 4 ആർട്ടിസ്റ്റ് ഉണ്ട്. താഴത്തെ എക്സിബിഷനിൽ ബിയോണ്ട് ഇമേർജിങ് ആർട്ടിസ്റ്റ് ആണ് ആ എക്സിബിഷൻ്റെ ടൈറ്റിൽ. അവിടെ മുറി 1 by 1 പോവുകയാണെങ്കിൽ അൽമാഹ ജറല്ല എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. പുള്ളിക്കാരി ഇമറാത്തി, ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ദുബായ് ആർട്ടിസ്റ്റാണ്. ആൻഡ് ഹർ പെയിൻറ്റിങ്സ് ആർ ലുക്കിംഗ് അറ്റ് പെട്രോ ഫിക്ഷൻ എന്ന് പറയും. പെട്രോളിൻ്റെ റോള് നമ്മുടെ ജീവിതം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആ കുട്ടി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ. പിന്നെ വി ഹാവ് സാമോ ഷലാബി. സാമോയുടെ വർക്ക് ഒരു വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഭയങ്കര ഡ്രാമ, തിയാട്രിക്സ്, ഒരു രാത്രിഞ്ചരന്മാരുടെ ഒരു ലോകം, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ പ്രൈവറ്റ് ലൈഫാണ് പുള്ളി കാണിക്കുന്നത്. പിന്നെ വി കം ടു ലത്തീഫ. ലത്തീഫയുടെ ഷീസ് എൻ ഇൻ്റർ ഡിസിപ്ലിനറി ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, സ്കൾപ്ചറുണ്ട്, സൗണ്ട് ഉണ്ട്, എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ഇൻസ്റ്റലേഷനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഹാഷൽ അൽ ലംഖി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ സോളോ എക്സിബിഷനാണ്. ഈ എക്സിബിഷൻ്റെ പേര് മക്കാം എന്നാണ്. ഇവിടെ ശരിക്കും പുള്ളിയുടെ ഒരു 20 വർഷത്തെ കരിയറിലെ എൻറ്റയർ പ്രാക്ടീസ് ഉണ്ട്. സ്കൾപ്ചേഴ്സ് ഉണ്ട്, പെയിൻറ്റിങ്സ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ ഉണ്ട്, എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു സർവേ ഷോ എന്ന് പറയും. സർവേ സോളോ എക്സിബിഷനാണ്. ഓഗസ്റ്റ് 18 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ആസ്വദിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി കാണികളാണ് എത്തുന്നത്. 24 കൊച്ചി. എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഇൻഡോ അറബ് സാംസ്കാരിക തനിമയുടെ സംഗമവേദിയായിട്ട് റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവ് ഒരുക്കുന്ന ഈ ചിത്രപ്രദർശനം കൊച്ചിയിൽ ഇപ്പോഴും തുടരുകയാണ്. ദർബാർ ഹാളിലാണ്. ആവശ്യമുള്ള ആൾക്കാർ കാണാം. നമ്മുടെ മാള് പറഞ്ഞതുപോലെ നല്ല ഒരുപക്ഷെ നല്ല ആസ്വാദന നിലവാരമുള്ള സംഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്.